ആനിമേഷൻസിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സ്ലൈഡ് ട്രാൻസിഷൻസ്. ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് ഭയങ്കര സീംലെസ് ആയിട്ട് കണക്ട് ചെയ്യാനും മാറ്റാനും സാധിക്കും. ഇപ്പൊ ഇവിടെ വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫെയ്ഡ് ആയി അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നു. സോ എന്തുകൊണ്ട് ട്രാൻസിഷൻസ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു ഫ്ലോ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. രണ്ട്, നമുക്ക് പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ട്രാൻസിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എല്ലാ സ്ലൈഡിലും ട്രാൻസിഷൻ വേണം എന്നില്ല, പക്ഷെ നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ചെറിയ ചില സ്വൈപ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ട്രാൻസിഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതുപോലെ തന്നെ അവരുടെ ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് ട്രാൻസിഷന് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മെനു ഉണ്ട് പവർ പോയിന്റിൽ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ സട്ടിൽ. നമുക്ക് ഫെയ്ഡ് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക പോലെയുള്ള സിമ്പിൾ സാധനങ്ങൾ സട്ടിലാണ് വരുന്നത്. മോർഫ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. ഒരു സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്കുള്ള ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. നമുക്കത് മുന്നോട്ട് വരുമ്പോഴും അത് ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ് എക്സൈറ്റിംഗ്, ഡൈനാമിക് പോലെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക, ബോൾഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് എല്ലായിടത്തും നമുക്ക് ചിലപ്പോൾ ഉപയോഗപ്പെടില്ല. സോ നമുക്ക് ഓരോന്നും പക്ഷെ എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. എന്താണ് നമ്മളൊരു സാമ്പിൾ സ്ലൈഡ് എടുത്തിട്ട് ഇത് ഓരോന്നും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണം, എന്താണ് അതിൽ വ്യത്യാസം വരുന്നത്. മേ ബി നമുക്കൊരു ട്രാൻസിഷനെ പുതിയൊരു കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യാനും ചിലപ്പോൾ സാധിച്ചേക്കാം ചില സിറ്റുവേഷൻസിൽ. ഡൈനാമിക് കോണ്ടന്റ് നമുക്ക് സൂം ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക പോലെയുള്ള സാധനങ്ങളാണ് നമുക്ക് ഡൈനാമിക് കോണ്ടന്റിൽ വരുന്നത്. ട്രാൻസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ഉപയോഗിക്കുക. അത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രസന്റേഷനിൽ മുഴുവൻ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസിഷൻ കൊണ്ടുവരുന്നതാണ് നല്ലത്. നമുക്ക് രണ്ടാമത്തേത് നമ്മൾക്ക് എന്താ പറയുക, നമ്മളുടെ പേർപ്പസ്, നമ്മളുടെ ഫോർമൽ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻസ് കൊണ്ടുവരിക. നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള സെഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻ, നമുക്കൊരു സിനിമാറ്റിക് ഒരു ഫീൽ ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക് ഓപ്ഷൻസ് കൊണ്ടുവരാം. ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക എപ്പോഴും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ട്രാൻസിഷൻസ് വർക്ക് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. സോ ആസ് ബിഫോർ, നമുക്ക് ട്രാൻസിഷൻസിന് ഇവിടെ ഒരു മെനു ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ ലെറ്റ് സേ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മോർഫ് എന്ന് പറയുന്ന ട്രാൻസിഷൻ ആണ്. സെക്കൻഡ് വണ്ണിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഫെയ്ഡ് എന്ന് പറയുന്ന ട്രാൻസിഷൻ ആണ്. മൂന്നാമത്തതിൽ നമ്മൾ ട്രാൻസിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ലെറ്റ് സേ നമുക്കൊരു കുറച്ചുകൂടി അംബീഷ്യസ് ആയിട്ടുള്ള ഹണി കോംബ് എന്നുള്ളൊരു ട്രാൻസിഷൻ കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കും. ലെറ്റ്സ് ട്രൈ ദിസ് ഔട്ട് ഇൻ സ്ലൈഡ് ഷോ. ഓക്കെ, വിൽ സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ്. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ മോർഫ് ആണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് വണ്ണിൽ സി ദ ഹണി കോംബ് ഓപ്ഷൻ, ഹണി കോംബ് വെച്ചിട്ടാണ് അത് വന്നിട്ടുള്ളത്. സോ ഹണി കോംബിന്റെ ഓപ്ഷൻ അവിടെ വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈനിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ലുക്സ് വിയേർഡ് ഓൾസോ. പക്ഷേ നമുക്ക് വേറെ ചില സിറ്റുവേഷൻസിൽ വേണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ബ്ലാങ്ക് യെല്ലോ സ്ലൈഡ് കൊടുത്തിട്ട് നമ്മൾ ഹണി കോംബ് കൊടുത്തു കഴിഞ്ഞാൽ, ആ ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, വാട്ട് എവർ ഇസ് വിസിബിൾ ഓൺ ദ സ്ലൈഡ് അതാണ് കാണുക. അപ്പം ടെക്സ്റ്റ് ഒന്നും ഇല്ലാതെ, ഇമേജ് ഒന്നും ഇല്ലാതെ നമ്മൾ ഫസ്റ്റ് ഒരു ബ്ലാങ്ക് യെല്ലോ സ്ലൈഡ് കൊടുത്തിട്ട് നമ്മൾ ഹണി കോംബ് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവിടെ കുറച്ചുകൂടി ഒരു രസം ഉണ്ടാവും. ദെൻ നമുക്ക് അതിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ആഡ് ചെയ്യുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. സോ നമ്മളുടെ ഒരു പേർപ്പസ് അനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രാൻസിഷൻസ് ആഡ് ചെയ്യേണ്ടത്. സോ ട്രാൻസിഷൻസിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ട്രാൻസിഷനിൽ നമുക്ക് സൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതും വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ലൈഡ് എപ്പോഴാണ് ചെയ്യുന്നത്, അതായത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് മൗസ് ക്ലിക്കിനനുസരിച്ച് മൂവ് ചെയ്യാം. നമുക്ക് മൊത്തത്തിൽ ഒരു പെർട്ടിക്കുലർ ട്രാൻസിഷൻ എല്ലാ സ്ലൈഡിലേക്കും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബ്ലാക്കിൽ സ്മൂത്ത്ലി നമുക്കൊരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് പോകുന്നു, പക്ഷെ അതിന് പകരം വേണമെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ലെയർ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഈ സ്ലൈഡിൽ ഇഫ് വി ആഡ് ദിസ് ബ്ലാക്ക് വൺ, ലെറ്റ്സ് സേ ലെറ്റ്സ് try this from beginning. So ഹണി കോംബ് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു എക്സ്ട്രാ ബ്ലാക്ക് ലെയറും കൂടി കയറി വന്നു. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് ആൻഡ് ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. സോ കണ്ടോ, ബ്ലാക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാത്തിലും വന്നിട്ടുണ്ട്. സോ ഇവിടെ വളരെ സ്മൂത്ത് ആയിട്ട് വൈറ്റിലേക്ക് മാറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ബ്ലാക്കിന്റെ ഷെയ്ഡിലൂടെയാണ് മാറുന്നത്. ആൻഡ് ദെൻ അഗെയിൻ വി ക്യാൻ സീ ദാറ്റ് ഹിയർ.
സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ പ്ലേ വിത്ത് ട്രാൻസിഷൻസ്. ട്രാൻസിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എവിടെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആവശ്യമില്ലാതെ എല്ലാ സ്ലൈഡിലും ട്രാൻസിഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ട്രാൻസിഷൻ ഷുഡ് സെർവ് എ പർപ്പസ്. എല്ലാ ഫീച്ചറിലും പോലെ തന്നെ. പക്ഷെ തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ യൂസ് ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് എല്ലാ ഡിഫറെൻറ്റ് ഓപ്ഷൻസും ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ക്രിയേറ്റീവായിട്ടൊരു ഐഡിയ പ്രസന്റ് ചെയ്യാൻ പോലും നമുക്ക് ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കും. കർട്ടൻസ് പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു റിപ്പിൾ എഫക്റ്റ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺസെപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ റിവീൽ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. സോ പ്ലേ അറൗണ്ട് വിത്ത് ദിസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആഡ് ഇറ്റ് ടു യുവർ പ്രസന്റേഷൻ. ഒരു 2-3 സ്ലൈഡുള്ള ഒരു ഡെക്ക് എടുക്കുക. അതിലേക്ക് നമുക്ക് ട്രാൻസിഷൻസ് കൂടി ആഡ് ചെയ്ത് നോക്കുക ആൻഡ് സീ ദ റിസൾട്ട്.